ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. മുറ്റത്ത് കുറച്ച് പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറുതായിട്ട് രീതിയിലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഞാൻ കുറച്ച് കമ്പുകളൊക്കെ വെച്ചിട്ട് പിടിപ്പിച്ചെടുത്തതാണ് നമ്മളെ മുറ്റത്തുള്ള എല്ലാ ചെടികളും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാനായിട്ട് കാണുന്ന കൂട്ടുകാർ മുറ്റത്തുള്ള ഗാർഡൻ ഒന്ന് കാണിക്കണമെന്ന് പറയലുണ്ട്. അപ്പോൾ ആ ഗാർഡന് ആയിട്ടില്ല, അത് നമ്മൾ വിചാരിച്ച ഒരു ഉദ്ദേശത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്ലാന്റ്സുകളും ആവശ്യമുണ്ട്. ഞാൻ എല്ലാതും കമ്പ് കുത്തിയിട്ട് പിടിപ്പിച്ചതാണ്. നമ്മുടെ അടുത്തുള്ള ഈ ബോഗൺവില്ലകളെല്ലാതും പിന്നെ നമ്മളെ മുറ്റത്ത് വെച്ചിട്ടുള്ള എല്ലാതും കമ്പ് വെച്ചിട്ട് പിടിപ്പിച്ചതാണ്. അപ്പോൾ ഇതിന് കുറച്ച് ടൈം എടുക്കും അത് ഗ്രോത്തായി സെറ്റായി വരാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ പൈസ മുടക്കില്ലാതെ നമുക്ക് ചെറുതായിട്ട് രീതിയിലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് മണ്ണുത്തിയിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഞാൻ അവിടെ മണ്ണുത്തിയിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോഗൺവില്ലേൻ്റെ കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ. പിന്നെ 1-2 വെറൈറ്റി എനിക്ക് ആവശ്യമുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കണം. പിന്നെ ഫ്രൂട്ട് തൈകളായിട്ടുള്ള എന്തെങ്കിലും പ്ലാന്റ്സുകളൊക്കെ നോക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടുള്ളത് പൂജ നഴ്സറിയിലാണ് ഫസ്റ്റ് പോയിട്ടുള്ളത്, മണ്ണുത്തിയിൽ. അപ്പോൾ അവിടെ 2 സൈഡിൽ ഒരുപാട് നഴ്സറികളുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ള പ്ലാന്റ്സിൻ്റെ വിലകളെ കുറിച്ചിട്ടുള്ള ഇതും എൻ്റെ ഒരു അനുഭവമൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് പൂജ നഴ്സറി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് മണ്ണുത്തിയിൽ നഴ്സറിയിൽ ഇത്ര റേറ്റ് ഉള്ളൂ, നമ്മൾ ഓരോ പ്ലാന്റ്സിനും നല്ല വില കുറവാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ നഴ്സറിയൊക്കെ നോക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നഴ്സറിയിൽ കയറിയ സമയത്ത് ഞാൻ ബോഗൺവില്ലേൻ്റെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കില്ലാത്ത 1-2 വെറൈറ്റീസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിലകൾ ചോദിച്ചത്. പിന്നെ ഇത് പച്ചക്കറിയുടെ തൈകളാണ്. അപ്പോൾ പച്ചക്കറിയുടെ തൈകൾ ഞാൻ 1-2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജമന്തിയും ജറബറിയും അങ്ങനെ ഒരുപാട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ വില ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ റേറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സാധനങ്ങൾ ഇറക്കിയിട്ടില്ല, ഇനിയും വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ശരണമയ്യപ്പ എന്നുള്ളത് ഒരു നഴ്സറി കണ്ട്. അപ്പോൾ ഞാൻ അതിലും കയറി നോക്കിയിട്ടാണ്. അപ്പോൾ ഇതിലും നമ്മൾ അത്യാവശ്യം റേറ്റ് ഉള്ളതായിട്ട് തന്നെ തോന്നുന്നത്. നമ്മൾ കവറിൽ പിടിപ്പിച്ച ബോഗൺവില്ലകൾ ഈ സൈഡിൽ കുറവാണ്. ഒക്കെ നമ്മളെ പോട്ടുകളിൽ ചട്ടികളിൽ പിടിപ്പിച്ചിട്ടുള്ള അത്യാവശ്യം വലിയ ബോഗൺവില്ലകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് നല്ല റേറ്റും അവർ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് ചെമ്പരത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെമ്പരത്തി കുഴപ്പമില്ല, 60 രൂപയാണ് റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ ചെമ്പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 1-2 ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് തന്നെ നമ്മൾ പോട്ടിൻ്റെ കടകളുണ്ടായിരുന്നു. അപ്പോൾ പോട്ട്സിനും ഒക്കെ ഇവിടെ വില കുറവാണെന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടൊന്ന് കയറി നോക്കിയതാണ്. ഇൻഡോർ ആയിട്ടുള്ള ചട്ടികളും ഔട്ട്ഡോർ ആയിട്ടുള്ള ചട്ടികളും ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ വെറൈറ്റീസ് ഉണ്ട്. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. നമ്മൾ 1-2 എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചട്ടികളുണ്ടാവുമല്ലോ പ്ലാന്റ്സ് നടാൻ വേണ്ടി ഇൻഡോർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ചെറിയ ചട്ടികൾക്ക് 8 രൂപ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകൾ വെച്ച് പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു നഴ്സറി ഉണ്ട്, അതിലും കയറിയിട്ടുണ്ട്. അങ്ങനെ 3-4 നഴ്സറിയിൽ ഞാൻ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയിട്ട് ബോഗൺവില്ലയിൽ ഒക്കെ വലിയ പ്ലാന്റ്സുകളാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച എനിക്ക് പറ്റിയ വെറൈറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞല്ലോ വലിയ പ്ലാന്റുകളാണ്. വലിയ പ്ലാന്റുകൾ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റുകളാണ്. എനിക്ക് ചെറിയൊരു പ്ലാന്റ് കവറിലുള്ളത് വാങ്ങണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അതാണ് ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മണ്ണുത്തിയിൽ നിന്ന് അങ്ങനെ റേറ്റ് കുറഞ്ഞിട്ട് പ്ലാന്റ് വാങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. റേറ്റ് കുറഞ്ഞതുണ്ട്, ചെറിയൊരു മാറ്റങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ നാട്ടിലുള്ള അതേ റേറ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും നഴ്സറി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അവിടെ നിന്നിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സുകൾ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ശോഭ സിറ്റിയിലും അടുത്തുള്ള അവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പ്ലാന്റ് കിട്ടിയിട്ടില്ല, എന്നാലും 1-2 പ്ലാന്റുകളൊക്കെ എടുത്തിട്ടുണ്ട്.
ഇൻഡോറായിട്ട് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു 2-3 ഐറ്റം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിയിൽ 1-2 കളക്ഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്ലാന്റാണ് ഞാൻ ഇൻഡോറായിട്ട് വെക്കാൻ വേണ്ടി വാങ്ങിയത്. പിന്നെ വേറെ ചെറിയ 2 പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. ചെമ്പരത്തിയിൽ വാങ്ങിയ കളക്ഷൻ ഇതുമാണ്. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ചെടികൾ പ്ലാന്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ പിന്നീട് കാണിക്കാം. പ്ലാന്റ്സുകൾ നമ്മൾ വാങ്ങിയിട്ട് വെക്കുമ്പോൾ ഇതുപോലെ ചെറിയ പ്ലാന്റുകൾ വാങ്ങിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ചിട്ട് നമുക്ക് കിട്ടും ചെയ്യും. പിന്നെ നമുക്കത് ഗ്രോത്ത് ആക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മളെ വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറിയ പ്ലാന്റുകൾ വാങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കമ്പുകൾ കൊടുന്നിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് നോക്കണം. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്ലാന്റും പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെയറിൻ്റെ അവിടെ ഇൻഡോറായിട്ട് ഉള്ള പ്ലാന്റ് ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി മറ്റേതൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട്, പോട്ടൊക്കെ മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇൻഡോറായിട്ട് ചെടികൾ വെക്കുന്നതും പുറത്ത് ചെടികൾ സെറ്റ് ചെയ്യണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഏത് ചെറിയ വീടാണെങ്കിലും നമ്മളെ വീട് ചെറിയ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ കൊടുന്ന് സെറ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാകും. ചെറിയ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് പ്ലാന്റിൻ്റെ കമ്പുകളും തണ്ടുകളൊക്കെ കൊടുന്നിട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യണം. റൂം സെറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ കരുതുന്നുണ്ട്. റൂമിലൊക്കെ ഒന്ന് കൊടുന്ന് വെക്കാനുള്ള ഇൻഡോർ പോട്ട് കൂടി വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബോഗൻവില്ലയുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അരേലിയ പ്ലാന്റിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.